ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു 2 ടയർ പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 1/2 kg മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരിപ്പേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കിലോൻ്റെ കേക്കിന് 1/2 kg മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ അതിൻ്റെ ഡബിളായിട്ട് ബേക്കിംഗ് പൗഡറും, ഇത് രണ്ടെണ്ണം നമുക്ക് ആവശ്യം. ഇത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കണം. ഒരു 3 ടൈംസ് എങ്കിലും നമ്മളിത് ആദ്യം ഒന്ന് അരിച്ചു മാറ്റിയിട്ട് വീണ്ടും അങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും നമുക്കിതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു 6 മുട്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ മുട്ട ഇതുപോലെ ഉടച്ച് ചേർത്ത് കൊടുക്കണം. ആറ് മുട്ടയല്ലായിട്ട് 8 മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിൽ പിസ്ത കേക്കാണ് നമ്മുടെ കസ്റ്റമർ ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിസ്ത മേടിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഒരു ഇതുപോലെ മെഷർമെൻറ്റിന് ഒരു കപ്പിൽ ഒരു ഫുൾ കപ്പ് പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ ചേർക്കാൻ. ഇനി നമ്മൾ മുട്ട എല്ലാം പൊട്ടിച്ചൊടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സ്പൂൺ വാനില എസൻസ് ആണ്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കട്ടെ, നല്ലപോലെ പതിപ്പിച്ചെടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് ഫുള്ള് ഇങ്ങനെ ഇത് പതിയാവണേൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര മാറ്റി വെച്ചില്ലേ, പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അത് നമ്മൾ കുറച്ചീശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ ഒരു ട്രിപ്പ് ആഡ് ചെയ്യരുത്, കുറച്ചീശ ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ആ മെഷറിങ് കപ്പിൽ തന്നെ ഓയിൽ എടുക്കണം കേട്ടോ. ഒരു ഫുള്ള് കപ്പ് വേണ്ട, ഒരു 1/4 കപ്പത്തോളം ഓയിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ ബീറ്റയിൽ ഒരുവിധമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അളന്ന് വെച്ച മെഷർമെൻറ്റിൽ അളന്ന് വെച്ച ഓയിൽ അപ്പോൾ ഒരു 1/4 ഇത്തിരി പൊടിയുക എന്ന് വെച്ചാൽ 1 കപ്പ് ആവും വേണ്ട, അങ്ങനെ ഒരു രീതിയിലുള്ളത് അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ബൗളിൽ ഫുള്ള് നിറങ്ങി നമുക്ക് പൊടിയിട്ട് ഇളക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ നമ്മളൊരു ഒരു വലിയ വട്ടകേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാതും കൂടെ. അടുത്ത നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മൾ അരിച്ചു മാറ്റി വെച്ച ഇതില്ലേ പൊടിയൊക്കെ, അത് നമുക്ക് കുറച്ചീശായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതാണ് അടുത്ത പണി, മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക, ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറച്ചീശ അല്ലെങ്കിൽ നന്നായി ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചീശ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു
ലേശം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തെരി ടൈറ്റ് ആണെങ്കിൽ നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പിസ്തയുടെ എസൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തേക്കും ആവണ രീതിയിൽ. അങ്ങനെ എസൻസ് ഒരുവിധം എല്ലായിടത്തേക്കും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചു വെച്ച പിസ്തയില്ലേ, അതും കൂടെ ഓരോ സ്പൂൺ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ട് നമ്മളതിൽ A4 വെച്ചിട്ടാണ്, ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ A4 വെച്ചിട്ട് നമ്മൾ ഓയിലൊക്കെ പരത്തി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 ആണ് നമ്മൾ എടുത്തേക്കണത്. അത് പക്ഷേ നമ്മൾ 2 kg മാവിക്കുള്ള ഇതാണ് ആക്കി വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ അത് രണ്ടിലും ഈക്വലായിട്ട് ഒഴിക്കുക എന്ന രീതിയിൽ നമ്മൾ 2 പാത്രത്തിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, മാവ് ഫുള്ളായിട്ട്. ഇനി നമ്മൾ 2 പാത്രം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക, അതുകൊണ്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ രണ്ടും ഓവനിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലെയറും ക്രീമും ഒന്നും ഇടുന്നത് കാണിക്കാൻ പറ്റിയിരുന്നില്ല, നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ലെയർ നമ്മൾ 3 ലെയറാക്കി തിരിച്ചിട്ട് അതിൽ ക്രീം, ഉള്ളിൽ പിസ്തയുടെ കളറായിരുന്നു കൊടുത്തിരുന്നത്, പിന്നെ പിസ്തയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷേ പുറമേക്കുള്ള തീം ഇങ്ങനെയായിരുന്നു അവർ തന്നിരുന്നത്. കസ്റ്റമർ ഒരു ബ്ലൂവും വൈറ്റും മിക്സ് ആക്കിയിട്ടുള്ളൊരു കളറായിരുന്നു തന്നിരുന്നത്. അപ്പം നമ്മൾ മോഡലൊക്കെ അവർ അയച്ച് തന്നിരുന്നു, ആ ഒരു മോഡലിലാണ് നമ്മൾ കേക്ക് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.